ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കുറച്ച് ലഞ്ച് ബോക്സ് റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനൊന്നും സമയമില്ല. വളരെ പെട്ടെന്ന് ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കണമെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഓഫീസിൽ കൊടുത്തു വിടാനും അല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് നമുക്കൊരു ഡിന്നർ തയ്യാറാക്കി എടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണി ഒക്കെ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നേരിട്ട് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരു ചിക്കൻ റൈസ് ആണ്. മസാലയൊന്നും ചേർക്കാതെ വെറും 5 മിനിറ്റ് താഴെ കണ്ടു മതി. അത്രയും ചെറിയൊരു സമയം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 പീസ് ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ബോൺലെസ് ആയിരിക്കണം കേട്ടോ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ഏലക്കായ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ചെറുതാക്കി കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ അധിക നേരം നമ്മൾ ഫ്രൈ ആക്കി എടുക്കരുത്. വെറും 1 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ വെള്ളം പൊട്ടിത്തെറിക്കൽ ഒന്ന് നിന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അരി നന്നായി കഴുകിയിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഞാൻ റോസ് അരിയാണ്, കൈമ റോസാണ് എടുത്തേക്കുന്നത് കേട്ടോ അരി. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം കറക്റ്റ് വെച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അരമുറി ചെറുനാരങ്ങയുടെ നീരിൽ അതും കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ച് കഴുകി വെള്ളമൊക്കെ നന്നായി വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരി ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക. കറക്റ്റ് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്ന് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. പിന്നെ എയർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രം തുറക്കുക കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇങ്ങനെ കുക്കറിൽ വെക്കുന്ന ചോറും പലർക്കും ഇങ്ങനെ മിസ്സായി പോകാറുണ്ട്, ഫ്ലോപ്പായി പോകാറുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതിൽ കംപ്ലീറ്റ് ആയിട്ട് എയർ പോകാൻ അനുവദിക്കണം. കംപ്ലീറ്റ് ആയിട്ട് എയർ പോയതിന് ശേഷം മാത്രം നമ്മൾ തുറക്കാനായിട്ട് പാടുള്ളൂ. തിരക്ക് കൂട്ടരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി, അതായത് 1/4 സ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, 1 സ്പൂൺ കൂടെ നെയ്യ് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ചോറ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റോ അപ്പം തന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു മുട്ട ഇതുപോലെ പൊരിച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് സലാഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾക്ക്, അതായത് ചെറിയ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും. അടുത്തത് ഒരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, അതായത് തക്കാളി സവാളയൊന്ന് വാട്ടി സമയം കളയേണ്ട അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു റൈസാണ്. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് അതേ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യുക. ഈ അളവിൽ കട്ട് ചെയ്യുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യണതെങ്കിൽ നമുക്കത് ചട്ടിയിൽ ഒട്ടി പിടിക്കില്ല തീരെ. അപ്പം നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്താൽ മതി. അപ്പോഴത്തെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ, ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതൊന്ന് വെന്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഒരു പകുതി സവാള, ഒരു 2 തക്കാളി, നന്നായി പഴുത്ത തക്കാളി, അതുപോലെ തന്നെ 6 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അതും കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് അരിയാനോ പിടിക്കാനോ ഒന്നും നിൽക്കേണ്ട, നന്നായി ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ അതേ പാനിലേക്ക്, ഉരുളക്കിഴങ്ങ് വറുത്ത് വെച്ചിട്ടുള്ള അതേ പാനിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മുളക് പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ നെയ്യ്, 1 സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം. ഇതിൻ്റെ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി. നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരും. തീ കുറച്ച് വെക്കണം. ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഗരം മസാലപ്പൊടി, 1/4 സ്പൂണോളം ഗരം മസാല പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് എല്ലാതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക്, ഒരു 1/4 സ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുരുമുളക് പൊടി ഒന്നും ഇടണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതും കൂടി, സാധാരണ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ്, ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്, അതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എത്രയേ ഉള്ളൂ. കുറച്ച് വിനാഗിരിയും കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ല അതും കൂടെ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ റൈസ് കഴിക്കാനായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിനിപ്പോൾ ഒപ്പം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. കറിയൊക്കെ വെക്കാൻ മടിയുള്ള ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളെ ഇടയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കണമെങ്കിൽ വെറും 5-6 മിനിറ്റ് മതി. അത്രയും സമയം മാത്രം മതി. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/4 ഭാഗം സവാള ഒന്ന് മാറ്റി വെക്കണം കേട്ടോ.
ഒപ്പം തന്നെ 2 തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അതും കൂടെ ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, അത്രയും മതി ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ ഒരു 1/4 കിലോ വരുന്ന ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അവസാനമായി അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുക. കറക്റ്റ് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിടണം. അപ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെക്കണം. അരി വേവിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പട്ട ഗ്രാമ്പോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ നെയ്യ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു 1/4 ഭാഗം സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അത് കോരി മാറ്റേണ്ട കാര്യമില്ല. സവാള ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണോളം കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുക്കുക. തീ നന്നായി കുറച്ച് വെക്കണം. ഈ സമയത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ സവാളയും തക്കാളി ഇല്ല അത് കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും വെള്ളം. ഒന്ന് എണ്ണ തെളിയും. ആ സമയത്ത് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒപ്പം നമ്മൾ വേവിക്കാനായി വെച്ചിട്ടുള്ള അരിയില്ല, അതായത് 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. നേരത്തെ വെള്ളം തിളച്ച് വന്നിരുന്നില്ല, അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ വേഗം ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് തീ ഒന്ന് കുറച്ച് വെച്ച് എയറൊന്നും പോവാത്ത രീതിയിൽ ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്ക് ബിരിയാണി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈസിയാണ്, ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകണം. എൻ്റെ മോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 6:15-6:30ക്കുള്ളിൽ പോകും, കോളേജിൽ പോകും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കുറച്ച് റൈസസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. അടുത്തൊരു റൈസ് എന്ന് പറയുന്നത് സോയാബീൻ വെച്ചിട്ടാണ്. നമുക്ക് ഒട്ടും സമയമില്ല എങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റൈസാണ് കേട്ടോ. അപ്പോൾ അതേ സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കർ അതേ സ്റ്റൗ വെച്ചിട്ടുണ്ട്. 2 സ്പൂണോളം എണ്ണ, നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിൽ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി അത് മാത്രം മതി, ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീനിൽ അത് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്ത് വെള്ളമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ജസ്റ്റ് അതൊന്ന് പൊടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള റൈസ്, ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്, അതും കൂടെ ഈ സോയാബീൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നേരത്തെ ഞാൻ റോസ് കൈമയാണ് എടുത്തത്, അതുകൊണ്ടാണ് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇതിൽ കറക്റ്റ് വലിയ അരിയല്ല, അതുകൊണ്ട് തന്നെ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂൺ വേണ്ട, അതിനും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒരു വിസിൽ വന്നോട്ടെ. വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിടുക, ഫ്ലെയിം ഓഫ് ചെയ്തിടുക. പിന്നെ എയർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം 1 സ്പൂൺ എണ്ണയും കൂടി അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ റൈസ് ഒന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ. എണ്ണ അവസാനമായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോഴായിട്ട് അപ്പോൾ റൈസ് അടിപൊളിയായി വന്നിട്ടുണ്ട്. എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാനായിട്ട് കേട്ടോ. ഒരു മന്തിയുടെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിനൊപ്പം ചെമ്മീൻ വറുത്തതോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി സമയമില്ല എങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അത് കേട്ടോ. അടുത്തതായിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരറ്റ് റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതൊരു പാൻ വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് എണ്ണ, 1-2 സ്പൂൺ കൂടെ എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനിത് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് വെള്ളം നന്നായി പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി പിഴിയണം, അല്ലെങ്കിൽ അത് നന്നായി ഒട്ടി പിടിക്കും, നമ്മളെ പാനിൽ നന്നായി ഒട്ടി പിടിക്കും. അതിലേക്ക് ആവശ്യമായിട്ട് 1/4 സ്പൂണോളം ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം മാത്രം ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, 2-3 സ്പൂണോളം ടൊമാറ്റോ സോസ്, അതായത് ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീരില്ല അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ കുറച്ച് വിനാഗിരി
അര സ്പൂണോളം വിനാഗിരി അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാരറ്റ്, അതായത് നന്നായി വലുതാക്കി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായി ക്യാരറ്റ് വാടി കിട്ടണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് റൈസ് വേവിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള റൈസ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തേക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറില്ലേ, ആ ചോറ് കൊണ്ടും നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴും ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. 2 മുട്ട ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട ഒരു ചെറിയ പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കണം. അതായത് നമ്മളിട്ട് ഉടനെ തന്നെ കുത്തി ഇളക്കരുത്, ചെറിയ പീസസ് ആക്കരുത്. കുറച്ച് വലിയ പീസാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ, ഈ റൈസിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3-4 വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുത്തുമുളകാണ് കേട്ടോ, ഒരു 3/4 സ്പൂണോളം കുത്തുമുളക് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം, ക്യാപ്സിക്കം ആണോ, ക്യാരറ്റ് ആണോ, അല്ലെങ്കിൽ ക്യാബേജ് ആണോ, ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 3/4 സ്പൂണോളം സോയാ സോസ്, അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂണോളം ടൊമാറ്റോ സോസ് അതും കൂടി വെച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇടുന്നത് ഈ വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയില്ല, ആ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റൈസ് റെഡിയാവും. ക്യാപ്സിക്കം ഇല്ല എന്ന് കരുതി നിങ്ങൾ റൈസ് തയ്യാറാക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റോ അല്ലെങ്കിൽ പിന്നെ ക്യാബേജോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സവാള ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുഞ്ഞു മക്കൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ ഈ കുത്തുമുളക് വളരെ കുറച്ച് ഒരു കളറിന് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് നമ്മുടെ സ്വന്തം മുട്ടച്ചോറ്, 2 മുട്ട, ഒരു തക്കാളി, ഒരു സവാള ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള മുട്ടച്ചോറ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി സവാള ഒന്ന് ചെറുതാക്കി എറിഞ്ഞ് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അതും കൂടെ നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു വലിയ തക്കാളി, വലുതില്ലെങ്കിൽ ചെറിയ 2 തക്കാളി നന്നായി പഴുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി വാട്ടി കൊടുക്കുക. പിന്നെ 1 സ്പൂണോളം ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി വാടിയതിന് ശേഷം ആ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് 2 മുട്ടയൊന്ന് നമ്മളൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മുട്ട ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഉടനെ തന്നെ കുത്തിയിളക്കരുത്. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നതിന് ശേഷം ഈ മുട്ടയൊന്ന് ചിക്കി കൊടുക്കുക, നന്നായി ഒന്ന് ചിക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിപ്പോൾ അരി വേവിക്കുന്നതിൻ്റെ ഒപ്പം ഗ്രീൻ പീസ് വേവിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരിയില്ലേ, ചോറ്, അതും കൂടെ ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടെ അവസാനമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി റൈസാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു കറിയും വേണ്ട അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ക്യാപ്സിക്കം വെച്ച് ഒരു അടിപൊളി റൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി അതും ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. പിന്നെ 1/2 ഭാഗം സവാള അതും കൂടെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/4 സ്പൂണോളം ഉപ്പ്, 1/4 സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂണോളം ഗരം മസാല പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് മാറ്റി വെച്ചിട്ട് 2 മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട മാത്രമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപ്സിക്കം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് വിനാഗിരി ഇല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ നീരില്ല, അതും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. പുളിക്കായിട്ട് അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചോറ്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്സിക്കം ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. ക്യാപ്സിക്കോ അല്ലെങ്കിൽ ക്യാരറ്റോ ഇതിലേതെങ്കിലും എടുത്ത് നമുക്കിത് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ റൈസ് നമുക്ക് തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫ്
സ്റ്റിഫായിട്ടിരിക്കും, റൈസും ഇങ്ങനെ തളർന്നു പോവില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൈസിൻ്റെ റെസിപ്പീസൊക്കെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.